അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയാം സംഭാവിതസ്യ ചാകീർത്തിർമരണാദതിരിച്യതേ. ഭൂതങ്ങൾ, ജനങ്ങള് നിനക്ക് അവസാനിക്കാത്ത അകീർത്തി ഉണ്ടാക്കുന്ന വാക്കുകൾ ഇങ്ങനെ ചെയ്താൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബഹുമാന്യനായ ഒരാൾക്ക് അകീർത്തി എന്ന് പറയുന്നത് മരണത്തെക്കാൾ അധികം കഷ്ടമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പൊ 30-ാം ശ്ലോകം വരെ അദ്വൈത ഭൂമികയിൽ നിന്നുകൊണ്ട് ജ്ഞാനത്തിന്റെ ഭാഷയാണ് ഭഗവാൻ സംസാരിച്ചിരുന്നതെങ്കിൽ അത് സാധാരണക്കാരന് മനസ്സിലാവാത്ത ഭാഷയാകും എന്നുള്ളത് കൊണ്ട് പടിപടിയായിട്ട് ഇറങ്ങി വരികയാണ്. ഏറ്റവും സാധാരണക്കാരന്റെ ലെവലിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഏറ്റവും ദ്വൈതവും ഏറ്റവും സാമാന്യവുമായ ഭാഷയിൽ തന്നെ ഭഗവാൻ അതേ കാര്യം വീണ്ടും പറയുകയാണ്. അർജുനൻ കൗരവ സൈന്യത്തെ കണ്ട് ഭയന്നോടി എന്ന് പറഞ്ഞാൽ ആ അപവാദം താങ്ങാൻ പരാക്രമിയായ അർജുനന് സാധിക്കില്ല. അതാണ് ഇപ്പൊ അവിടെ പറഞ്ഞത്. ഇനി അതൊക്കെ ഒന്ന് പോട്ടെ, നിനക്ക് സാധിക്കില്ല അത് താങ്ങാൻ, നിന്നെ കൊണ്ട് ആ ഒരു അപകീർത്തി താങ്ങാൻ നിനക്ക് സാധിക്കില്ല. നീ വെറുതെ ഇപ്പോഴത്തെ ഒരു ഇതിന് പറയണമെന്നേ ഉള്ളൂ എന്ന്. ഭയാദ്രണാദുപരതം മംസ്യന്തേ ത്വാം മഹാരഥ യേഷാം ച ത്വം ബഹുമതോ ഭൂത്വായാസ്യസി ലാഘവം. മഹാരഥന്മാർ നീ രണഭൂമി വിട്ടുപോയത് ഭയം കൊണ്ടാണ് നീ കരുതൂ, ദയ കൊണ്ടാണ് പോയതെന്ന് ഒരു കുട്ടി കരുതില്ല. ദുര്യോധനൊക്കെ ചിരിച്ചു പറയും, കണ്ടില്ലേ നമ്മളെ പേടിച്ച് ഓടിപ്പോയി എന്ന്. അല്ലാതെ നീ വലിയ ദയവ് വിചാരിച്ചിട്ടോ അഹിംസ വിചാരിച്ചിട്ട് പോയതാണെന്ന് ഒരു മഹാരഥിയും ഇവിടെ പറയില്ല. എല്ലാവരും പറയും അർജുനൻ ഇതാ കണ്ടു പേടിച്ചോടി എന്ന് പറയും, അത്ര തന്നെ പറയുള്ളൂ. മുമ്പ് അവരുടെ മുൻപിൽ നീ ബഹുമാന്യനായിരുന്നു, ശത്രുവാണെങ്കിലും നീ ബഹുമാന്യനായിരുന്നു അവരുടെ മുമ്പിൽ. കാരണം നീ ധൈര്യമുള്ളവനാണ്, യോദ്ധാവാണ് എന്നുള്ള ആ ബഹുമാന്യത നിനക്ക് അവർ തന്നിരുന്നു, ശത്രുക്കളാണെങ്കിലും. ഇപ്പൊ നീ ഇങ്ങോട്ട് ഓടിപ്പോയി കഴിഞ്ഞാൽ നീ വെറും നിസ്സാരനായ ഒരു ഭീരു മാത്രമായി തീരും അവരുടെ മുന്നിൽ. അവര് പിന്നെ എന്നെ ഒട്ടും ബഹുമാനിക്കില്ല. അത് നിനക്ക് സാധിക്കുമോ താങ്ങാൻ? അവാച്യവാദാംശ്ച ബഹൂൻ വിധിഷ്യന്തി തവാഹിത നിന്ദന്തസ്തവ സാമർഥ്യം തതോ ദുഃഖതരം നുകിം. നിന്റെ അഹിതാക്കൾ, അതായത് നിന്റെ ശത്രുക്കള് നിന്റെ യുദ്ധ സാമർഥ്യത്തെക്കുറിച്ച് നിന്ദിച്ച് ബഹുവിധത്തിലുള്ള അവാച്യങ്ങളായ പറയാൻ കൊള്ളാത്ത അപവാദങ്ങൾ പറയും. അത് മുഴുവൻ കേൾക്കേണ്ടി വരിക എന്നതിൽ പരം ദുഃഖകരമായിട്ട് നിനക്ക് എന്താണ് ഉണ്ടാവുക? ആലോചിച്ച് നോക്ക് നല്ലവണ്ണം. ഹതോവാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാവാ ഭോക്ഷ്യസേ മഹീം തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. വധിക്കപ്പെടുന്നുവെങ്കിൽ നീ സ്വർഗം പ്രാപിക്കും, അത്രേ ഉള്ളൂ. ജയിക്കുകയാണെങ്കിലോ ഈ വസുന്ധരയായ ഭൂമിയെ വീണ്ടും വണ്ണം നീയും നിന്റെ സഹോദരന്മാരും കൂടെ ഭുജിക്കും. അതിനെ നിങ്ങൾ നന്നായി ധർമ്മത്തോടുകൂടെ പരിപാലിക്കും. ഇതിലേതെങ്കിലും ഒന്ന് നടക്കിയപ്പോൾ നിർത്തിയുള്ളൂ. ഇനി ഒന്നുകിൽ തോറ്റിട്ട് വീരസ്വർഗം പ്രാപിച്ച് ഇവിടെ കിടന്ന് മരിക്കുക, അല്ലെങ്കിൽ ഒരു നല്ല ധർമ്മിഷ്ഠമായ ഒരു ജീവിതം നയിച്ച് ഈ ഭൂമിയെ ധർമ്മത്തോടു കൂടിയ ഒരു ഭരണത്തിലേക്ക് നയിക്കാൻ ധർമ്മപുത്രരെ നീ സഹായിക്കുക. അതുകൊണ്ട് രണ്ടായാലും യുദ്ധം ചെയ്യും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി നീ എഴുന്നേറ്റേ പറ്റൂ. ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ. കൗന്ദേയ, നീ കുന്തി പുത്രനാണ്. കുന്തിയുടെ മറ്റ് 4 പുത്രന്മാർ അവിടെ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നുണ്ട്. നീ മാത്രം ഇവിടുന്ന് ഓടിപ്പോകാൻ പറ്റില്ല. കൗന്ദേയ ഉത്തിഷ്ഠ, നീ എന്തിനാണോ വന്നത് അത് ചെയ്യല്ലാതെ നിനക്ക് ഒരു മാർഗവും ഇല്ല. എഴുന്നേൽക്ക് നീ എവിടെ നിന്ന്. സുഖദുഃഖേ സമീകൃത്വ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത്. സുഖവും ദുഃഖവും ഉണ്ടാവും, സുഖദുഃഖങ്ങളുണ്ടാവും, ലാഭാലാഭങ്ങളുണ്ടാവും, ജയാപജയങ്ങളുണ്ടാവും. ഇതൊക്കെ ദ്വന്ദ്വങ്ങളാണ് ജീവിതത്തിൽ. ജയിക്കാം, തോൽക്കാം, ലാഭം ഉണ്ടാവാം, നഷ്ടം ഉണ്ടാവാം, ജയിക്കാം, തോൽക്കാം, എന്ത് വേണമെങ്കിൽ ഉണ്ടാവാം. ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങളെ കുറിച്ചൊന്നും ആവലാതിപ്പെടാതെ അവയെല്ലാം സമമായി ദർശിച്ചുകൊണ്ട്, സമീകൃത്വ, സമമായിട്ട്, ഈക്വലൈസ്ഡ്, എല്ലാത്തിനും ഈക്വലായിട്ട് സമമായിട്ട് ദർശിച്ചുകൊണ്ട് മനസ്സിലുള്ള എല്ലാ ദ്വന്ദ്വ വിചാരങ്ങളും അടക്കി. ദ്വന്ദ്വ വിചാരങ്ങൾ അടക്കിയാൽ നമ്മൾ ആരായി? അദ്വൈതിയായി. ഇല്ലേ? അദ്വൈതിയായിട്ട് ദ്വന്ദ്വ വിചാരങ്ങളെല്ലാം അടക്കി ഈ ധർമ്മയുദ്ധം നീ ചെയ്യുക, സ്വധർമ്മം നീ നിറവേറ്റുക. അങ്ങനെ സ്വധർമ്മം നിറവേറ്റുന്ന വ്യക്തിയെ ദ്വന്ദ്ങ്ങളെല്ലാം അടക്കി അദ്വൈതിയായിട്ട് അവനവന്റെ ധർമ്മം, അവനവന്റെ ഡ്യൂട്ടി ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കുന്ന കാലം കൊണ്ട് ധർമ്മത്തോടുകൂടെ അനുഷ്ഠിക്കുന്ന വ്യക്തിയെ ഒരു പാപവും ഒരു കാലവും സ്പർശിക്കുകയില്ല. അവിടെ രണ്ടാമത് പറഞ്ഞ ബുദ്ധഭിക്ഷുവിനെ മാതിരിയാണ്. അവനവന്റെ ഡ്യൂട്ടി ചെയ്തു. പാപവും പുണ്യവും ഒന്നും, ലാഭവും നഷ്ടവും അനിഷ്ടവും ഒന്നും സ്പർശിക്കാതെ അദ്വൈതിയായിക്കൊണ്ട് കരുണാമനസ്സനായിക്കൊണ്ടാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. ഇപ്പൊ ഒരു യുദ്ധം ചെയ്യുന്നത് പോലും ഈ രാജ്യത്തിന് മുഴുവൻ
രക്ഷ വേണം എന്നുള്ള രീതിയിൽ, ധർമ്മിഷ്ഠമായ ഒരു ഭരണം ഉണ്ടാവണം എന്ന രീതിയിലല്ലാതെ ഒരു പ്രതികാരത്തോടു കൂടി ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവിടെ. ആ പാഠം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പാഠമാണ്. വെറുതെ ആളുകളോട് പക വീട്ടാൻ പോകണം എന്നല്ല അവിടെ പറയുന്നത്. പക വീട്ടാൻ ഒരിക്കലും പാടില്ല എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇതൊരു അവനവൻ്റെ ധർമ്മനിർവഹണത്തിൽ നിങ്ങളുടെ ജോലി ഇതാവുമ്പോൾ, നിങ്ങളുടെ പ്രൊഫഷൻ ഇതാണെന്നിരിക്കെ നിങ്ങൾക്കത് ചെയ്യാതെ നിവൃത്തിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഞാനൊരു ഡോക്ടറാണെങ്കിൽ ഡോക്ടറുടെ കർമ്മം എനിക്ക് ചെയ്തേ പറ്റൂ. ഒരു ജവാനാണെങ്കിൽ ജവാന്റെ കർമ്മം ചെയ്തേ പറ്റൂ. മന്ത്രിയാണെങ്കിൽ മന്ത്രിയുടെ കർമ്മം ചെയ്തേ പറ്റൂ, അല്ലെ? ഒരു തൂപ്പുകാരനാണെങ്കിൽ തൂപ്പുകാരന്റെ കർമ്മം ചെയ്തേ പറ്റൂ. അപ്പൊ അവനവന്റെ കർമ്മം, സ്വധർമ്മം ആരനുഷ്ഠിച്ചാലും ആ സ്വധർമ്മത്തിന്റെ കീർത്തിയെ കുറിച്ചാണ് പറയണത്. അത് ഏറ്റവും ചെറിയ തൂപ്പുകാരൻ മുതൽ ഏറ്റവും വലിയ രാജാവ് വരെ എല്ലാവർക്കും ഒരേപോലെ ബാധകമായ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഇനിയിപ്പോ ഈ പറഞ്ഞ 37-ാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടു 2 തരം ലാഭങ്ങളെ പരാമർശിച്ചത്. ഒന്ന്, വധിക്കപ്പെടുകയാണെങ്കിൽ വീരസ്വർഗം പ്രാപിക്കുക എന്നുള്ളത്. രണ്ടാമത്, ജയിക്കുകയാണെങ്കിൽ ഈ ഭൂമിയെ ധർമ്മിഷ്ഠമായ രീതിയിൽ ഭരിച്ച് കൊണ്ടു നടക്കുക എന്നുള്ളത്. 2-ാമത്തെ അധ്യായം 5-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ എന്തിനെയെല്ലാം നഷ്ടമായി കരുതിയോ അവയെ തന്നെയാണ് ഭഗവാൻ ഇവിടെ ലാഭങ്ങളായി എടുത്തു പറഞ്ഞത് എന്ന് ആലോചിക്കണം. അർജുനൻ എന്താ നഷ്ടമായി പറഞ്ഞത്? ആ വസ്തുക്കൾ ലാഭമാണ് വാസ്തവത്തിൽ. ഇപ്പൊ ഭീഷ്മരോ ദ്രോണരോ ഒക്കെ വീരസ്വർഗം പ്രാപിക്കുകയാണെങ്കിൽ അവർക്കത് നഷ്ടമല്ല, ലാഭമാണ് അവരുടെ. അതുപോലെ അവരാണ് ജയിച്ചതെങ്കിൽ അതും അവർക്ക് ലാഭമാണ്. ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത് ഇവിടെ പ്രശ്നമില്ല. ഇതിൽ നഷ്ടമായിട്ട് വ്യാഖ്യാനിച്ചത് ലാഭമായി പോലും കരുതാവുന്ന വസ്തുക്കളെയാണ്. ലാഭം നഷ്ടവും തീരുമാനിക്കുന്നത് സ്വന്തം മനസ്സാണ്. മനസ്സിന്റെ സ്വഭാവമാണ് രൂപകൽപ്പന എന്ന് പറയുന്നത്. മനസ്സിനെ അടക്കി, ചിത്തവൃത്തികൾ അടക്കി, യോഗികളുടേതുപോലെ നിശ്ചലമാക്കിക്കൊണ്ട് സ്വധർമ്മം നിർവഹിക്കാനാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പ്രതികാരം ചെയ്യാനല്ല, മറ്റുള്ളവരെ ദ്രോഹിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഹിംസ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇപ്പോഴത്തേക്ക് കാലത്ത് വെറുതെ ആളുകളെ പോയി അടിച്ചു കൊല്ലുക, അതല്ല പറയണത് ഇവിടെ. ഇവിടെ അവനവന്റെ ഡ്യൂട്ടി അതായതുകൊണ്ട് അത് നിർവഹിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജയോഗത്തിന്റെയും നിഷ്കാമ കർമ്മയോഗത്തിന്റെയും ബീജം ഈ വരികളിൽ ഉണ്ട് എന്ന് ശ്രദ്ധിക്കണം. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ അർജുനൻ നിഷേധാത്മകമായിട്ടും ഭഗവാൻ ധനാത്മകമായിട്ടും വ്യാഖ്യാനിക്കുന്നു. ഈ ശ്ലോകത്തിനു ശേഷം, അതായത് 39-ാം ശ്ലോകം മുതൽ ബുദ്ധിയോഗത്തെയാണ് ഭഗവാൻ പരാമർശിക്കുന്നത്. ബുദ്ധിയോഗത്തെ